ഇതര സംസ്ഥാന ലോട്ടറികൾ നിയന്ത്രിക്കാൻ അധികാരമുണ്ടെന്ന കേരളത്തിന്റെ വാദം ചോദ്യം ചെയ്ത് നാഗാലാൻഡ് സുപ്രീം കോടതിയിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചു. ലോട്ടറി നിയന്ത്രണ ഭേദഗതിക്കെതിരെ നാഗാലാൻഡ് സമർപ്പിച്ച ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വീണ്ടും ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ടോ? അത്തരത്തിലാണോ ഈ കേരളത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഈ ഹർജിയിൽ നാഗാലാൻഡ് ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഹർജി സമർപ്പിച്ചത് നാഗാലാൻഡാണ്. നാഗാലാൻഡ് സമർപ്പിച്ച ഹർജിയിൽ കേരളം ഒരു സത്യവാങ്മൂലം, മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നു. ആ സത്യവാങ്മൂലത്തിൽ കേരളം ചൂണ്ടിക്കാട്ടുന്നത് ഈ കബളിപ്പിക്കലിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളതാണ്. ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കേന്ദ്ര നിയമമാണെങ്കിലും അവിടെ കബളിപ്പിക്കൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇടപെടാൻ സാധിക്കും എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. എന്നാൽ ഇപ്പോൾ നാഗാലാൻഡ് ഇതിന് മറുപടി എന്ന രീതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഈ കബളിപ്പിക്കൽ എന്ന കേരളം ഉപയോഗിക്കുന്ന പരാമർശം അത് ഒട്ടും ഉചിതമല്ലാത്തതും അഥവാ സത്യസന്ധമല്ലാത്തതുമാണ്. ഏതെങ്കിലും വിധത്തിൽ ആരെയും കബളിപ്പിക്കാനായിട്ട് തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. നേരത്തെ തന്നെ എല്ലാ പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഈ ലോട്ടറി അവതരിപ്പിക്കുന്നത്. ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും നിയമനിർമ്മാണത്തിന് നിലവിലുള്ള സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് ബാധ്യതയുള്ളത്, അഥവാ അവർക്ക് മാത്രമാണ് സാധിക്കുക. ഈ അധികാരത്തെയാണ് കേരളം ദുർവിനിയോഗം ചെയ്തത് എന്നുള്ളതാണ്. തങ്ങൾക്ക് വ്യാപാരം നടത്താനായിട്ടുള്ള അവകാശം അതിനെ കേരളം ലംഘിച്ചിരിക്കുകയാണ് എന്നതടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഈ കേരളം സമർപ്പിച്ച മറുപടിക്ക് എതിർ സത്യവാങ്മൂലത്തിലൂടെ ഇപ്പോൾ നാഗാലാൻഡ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഗോകുൽ ചോദിച്ചതുപോലെ ഈ കേരളത്തിലേക്ക് അന്യസംസ്ഥാന ലോട്ടറി മടങ്ങി എത്തുമോ ഇല്ലയോ എന്നുള്ള ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ ഏറ്റവും നിർണായകമായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ. ശരി, ഏതായാലും കേരളത്തിന്റെ ഇതര സംസ്ഥാന ലോട്ടറികളെ നിയന്ത്രിച്ച നടപടി അല്ലെങ്കിൽ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നാഗാലാൻഡിന്റെ ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്.